ശ്രീകുമാരൻ നമ്പി സാർ, ലാലേട്ടൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ ത്രില്ലർ സിനിമയുടെ ദൃശ്യം പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു മുഖ്യമന്ത്രിയെ ഞാനിപ്പോ ആലോചിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കരുതുക. നേരെ ഓപ്പോസിറ്റ്. സീറ്റില്ല, കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ ഒന്ന് സതീഷിന്റെ അവസ്ഥ എന്തായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എന്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ പുറപ്പെട്ടത് 100 സീറ്റുകളൊന്നും എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല വി ഡി സതീശൻ എന്ന നേതാവിന്റെ ഒരു ചങ്കൂറ്റമുണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു നിങ്ങൾ പരിചയമുള്ളതിന്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റന്നാളാണ് വളരെ ഇന്നാണ് അവർ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയും ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് വേണ്ട നാളെ ഞാൻ പറഞ്ഞു നാളെ പറ്റില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ അത് പറ്റും. ഇതെന്റെ ചങ്കിൽ നിന്നെടുത്ത വാർത്തകളാണ്. അതൊരിക്കലും നിങ്ങൾക്ക് മിനിസ്റ്ററിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിരുന്നു, വനവാസക്കാരന്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോകാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു മറ്റം ജനതയുടെ സാന്നിധ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. വെൽ ബിഗിനിങ്സ് ഹാവ് ഡൺ എന്നാണ് പറയാറ്. നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ നല്ല തുടക്കമായിരുന്നു. അതിമനോഹരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുഞ്ചിരി, അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഈ പുഞ്ചിരി പാൽപുഞ്ചി എന്ന് പറയാം, അത് മായാതെ തുടർച്ചയായി സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസ്ഥാപിക്കുന്നു.